എന്നാ ആ കുറച്ച് പോകണം. കാട്ടുകോഴി ഇല്ലാത്ത സ്ഥലമില്ല ഇപ്പം. രാവിലെ എഴുന്നേറ്റ കാട്ടുകോഴിയുടെ കാർച്ചയും. ഇന്നലെ കുട്ടിക്കാനത്ത് നിന്ന് വർക്ക് കഴിഞ്ഞ് വരുമ്പോൾ എത്ര അടുത്തായിരുന്നു കാട്ടുകോഴി നിന്ന് തീറ്റ തന്നെ. പ്രവീണൊക്കെ അവിടെ വീട് ഇച്ചിരി സൗകര്യം കുറവായതുകൊണ്ട് ഇങ്ങോട്ട് വാടകയ്ക്ക് മാറി. ഇവിടെ വെള്ളമൊക്കെ ഉണ്ട്, എല്ലാ സൗകര്യമുണ്ട്. അവിടെ വെള്ളം കുറവായിരുന്നു. പഴയ വീട്ടിലോട്ട് പോകുന്ന ഇതിലെയാണ്, മധുവൻ്റെ അടുത്തോട്ട് പോകുന്ന ഇതിലെയാണ്. കുറച്ചുകൂടെ മുമ്പോട്ട് പോകണം. നമ്മുടെ ചുറ്റിനും വീടുണ്ടല്ലേ, രാത്രി വന്ന് പോകുന്നത് കണ്ടില്ലേ? അവർക്ക് ഇവിടെ ഒറ്റ നിങ്ങളുടെ വീട് മാത്രമാണ്. അവിടെയൊക്കെ വീട് പണിയാൻ വേണ്ടി പൊട്ടിച്ച് സ്ഥലം കൊടുത്തേക്കുന്നതാണോ? അതോ ആ പട്ടിയുണ്ടോ? എല്ലായിടത്തും ഇപ്പോൾ കാട്ടുകോഴിയാണ്. മുട്ടപ്പായി അല്ല, ജാനൂട്ടി. അവിടെ നിന്ന് ഇവിടെ വന്ന് കിടന്നോ? ഈശ്വരോ, ഞാനിങ്ങനല്ല, ഞാൻ കിടക്കുമ്പോൾ മാത്രമേ ഇങ്ങനെയുള്ളൂ. എനിക്ക് എനിക്ക് ഉടനെ ബാത്റൂമിൽ കയറണേ. മുടിയിൽ എന്തെങ്കിലും ചെയ്തിട്ടോ? അങ്ങനെയാണോ അവളുടെ മുടി? നമ്മൾ ചെയ്തിരുന്നു, അവൾക്ക് ഓൾറെഡി ഉടനെ ബാത്റൂമിൽ കയറുന്നതോ. ഇതാരാ നോക്കിയേ സുന്ദരിയെ. ഇതാ ഇവനോ? ഇവനോ? ഇവൻ പാല് ചോറുണ്ടോടാ നീ? ഞങ്ങളോട് പറയാ ചോറുണ്ടോടാ നീ? ഇതൊക്കെ അവളെ തന്നെ. ഇവന്റെ അമ്മയോ? ആ ഇവന്റെ ആരാ അമ്മ? നയനമ്മ അല്ല ഇവന്റെ അമ്മ. നയനമ്മ അപ്പുറത്തുണ്ട്. മധുച്ച അപ്പുറത്തുണ്ട്. ഈ കൊച്ചിന്റെ അമ്മ ഏതാ? എനിക്കറിയില്ല. ഞാനാണോ? ഇപ്പൊ ഞാനാ? പിന്നെ ധ്രുവ. ഇത് യുവൻ ധ്രുവ. ഇപ്പം കൊച്ചു അവിടെ കെട്ടിയ മറ്റേ കല്യാണം വെച്ചത്. സ്ഥലത്തേക്ക് ഓടി രക്ഷപ്പെട്ടു ശ്യാമളമ്മയുടെ പീഡനം കാരണം. രാവിലെ ഒരുക്കൊക്കെ അവിടെ പോവാം. നീ വരുന്നില്ലേ? ഇനി രാവിലെ കൂടെ കഴിക്കട്ടെ. ഉണ്ടാക്കല്ലേ? ഇവിടെ ഞങ്ങൾ കപ്പ കഴിക്കാൻ വന്നു.
എടാ മോരിന്റെ കാര്യം കുടിമറ്റത്തിന് ആ മേടിക്കുന്ന സാധനം ആദ്യം മേടിക്കാം ആദ്യം മേടിക്കാം എന്റെ ലിസ്റ്റുണ്ട് മോര് കൊണ്ടുപോയി ഞാൻ മേടിച്ചോ ഇത്ര പച്ചക്കറി വേണ്ടായിരുന്നോ കട്ട് ചെയ്തോണം കേട്ടോ. ആ കട്ട് ചെയ്ത് പോവാം കണ്ണപ്പ വാടാ. അപ്പൊ ഇത് പിടിച്ചപ്പോ ബൈക്കിനോ സമയമില്ല, മേടിക്ക് വാ. ബൈക്കിനോ വണ്ടി പറയാം എന്നെ വെച്ചില്ലെങ്കിൽ ആരും കൊടുക്കത്തില്ലേ? ഇങ്ങോട്ട് വാ. വാ, വാ. ഇഡലി സാമ്പാറൊക്കെ ഉണ്ടാക്കി തന്നമ്മ. അത് കറക്റ്റ് എഴുതിക്കോണം പാപ്പാ. സാധനം മേടിക്കുന്നില്ല തിരുമാലി തുടക്കലേ ഇല്ല. വാ, ഇറങ്ങി വാ. കണ്ണപ്പ എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. നീ വാ. ഒരു സംഭവം ഉണ്ട്. എന്നാ അറിയാവോ? ഓഫ് ചെയ്ത പറയാം. കണ്ണപ്പ ഈ വെയ്യാറില്ല. രണ്ടു മേടിക്കണം ശരി അത് നാലല്ലേ വരാത്തോണ്ട് എനിക്ക് കേട്ടോ 4 കിലോ ഏതാ? ഗീതമ്മേ. 4 കിലോ ബീഫ് മതി ധാരാളം. എല്ലാരും പോകും പോകണ്ടേ എല്ലാവരും പോകുന്നു ഇവര് പോകട്ടെ സച്ചിച്ചേക്കാം. അവരൊന്ന് പോകും അവർക്ക് വണ്ടി അവർക്ക് പോകണം. അവരിന്ന് പോകും ഇന്ന് വൈകിട്ട് ഇതിലെ പോവും. ഞങ്ങള് ട്രെയിൻ ഓടിക്കുമല്ലോ ഇതിലെ കൂടെ. ഞങ്ങളുടെ വീടിന്റെ കുറെ കൂടെ വരാൻ പോകണം ആ എരുമേലിക്കല്ലേ കുറെ കൂടെ വരാം അവിടെ കേട്ടില്ല ഇത് എന്നിട്ടേ ഉള്ളോ ഇതല്ല വെള്ളത്തുണിയൊക്കെ ലിസ്റ്റില്ല ഞാൻ പെട്ടെന്ന് അടുത്ത് വണ്ടി അതാ കയ്യിലോട്ട് ചാരി ഗ്ലാസെല്ലാം കൂട്ടി ഞാൻ അതിനകത്ത് കിടക്കുക
പച്ചക്കറി സാധനം മേടിച്ചു കൊടുക്കാൻ പോയാ കവിതയുടെ മിഷൻ എടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ട്. സന്തോഷമായോ? ആയോ? ഊറ്റ് മതി, മാറ്റെടുത്ത് നോക്കുക. എന്ത് പോയി? മുളകുണ്ട്, പിന്നെ മീൻകറി. ഇവിടെ ഒരു പ്രേത വീടുണ്ട്. നമ്മളിന്ന് ഇന്നാൾ ഇവിടെ വീഡിയോ എടുത്താണല്ലോ. എന്തിനോ ഇതൊന്നും മറ്റേ നയനയുടെ കല്യാണത്തിനാണ്. ഇതാരാ? ഹലോ. ആ അല്ല, എന്നായിരുന്നു? ഞാൻ ബാങ്ക് വല്ലതും നടത്തുവാണോ അവിടെ? ഇനി പൈസ ഇട്ട് തരാൻ എത്ര രൂപയാ? 5000 ആർക്കിട്ട് കൊടുക്കാൻ? അത് ഇല്ലെങ്കിൽ ഒരിടത്ത് നിൽക്കുക. അവനോട് എനിക്കൊരു മെസ്സേജ് അയക്കാൻ പറ. അപ്പോൾ എനിക്ക് നമ്പർ അറിയാമല്ലോ. ആ, ഗൂഗിൾ പേക്ക് എത്തൊരു മെസ്സേജ് അയക്കാൻ പറ. ആ, എത്രയാ എന്നിട്ടാ? 5? ആ ശരി ശരി. നല്ല ചെരുപ്പ് മേടിക്കുന്നു. ആ ആ അപ്പോൾ ഈ ന്യൂനമർദ്ദം കയറുമ്പോൾ വേണം ഇങ്ങോട്ട് വരാൻ. ഇവിടെ പോവാ. ആ ശരി ശരി. ആ ആ ശരി. ഞാൻ കുറച്ച് വിളിക്കാം. എളുപ്പമാരി. ആ ഇവിടെ പോയി ഇന്ന് ജോലിയുണ്ടോ? അപ്പോൾ പിന്നെ നീ എല്ലാം ഇന്നൊക്കെ നീ ജോലിക്ക് പോകുന്ന മോശമല്ലായിരുന്നോ? അവളോട് പറ ഇന്ന് ഇല്ലെന്ന് പറ, ലീവാന്ന് പറ. ഓണറില്ല ഇവിടെ. ഇല്ലേ? മാറിയിട്ട് പോണേ കേട്ടോ. കുഞ്ഞമ്മ വരുന്നുണ്ടോ ചോദിച്ചേ? കുഞ്ഞമ്മ വരുന്നുണ്ടോ ചോദിച്ചേ? കുഞ്ഞമ്മ കഴിക്കുക. അവിടെ ഇവിടെ ഒരു കട ബ്യൂട്ടി പാർലറില്ല, അവിടെ ഡ്യൂട്ടി ഉണ്ട്.
മിണ്ടാനും പറയാൻ ഞാനുള്ള ഞാനും അവിടെ പോയി എല്ലാവരും വണ്ടി പോണോ? എന്തിന്? ഇത്ര നേരം കുളിക്കാത്ത എന്നാ പോയി കുളിക്കേ. വേണ്ട. ഹായ്. ഓടിച്ചടി എടാ എവിടെയാ നിൽക്കുന്നേ? പിന്നെ അപ്പം നീ എവിടെയാ വന്നോ? ആ ശരി. ഒന്നുമില്ല, എനിക്ക് അവിടെ നിന്ന് ഒരു സാധനം എടുക്കാനായിരുന്നു. ഒഴുകുന്നുണ്ട് ഓരോ തുള്ളി, ഒഴുകുന്നുണ്ട് ഓരോ തുള്ളി. ഇത്ര വെള്ളമുള്ളൂ, കണ്ടോ? ഇത്രയും തന്നെ ഇല്ലായിരുന്നു. ഇന്നലെ മഴ പെയ്തിട്ടങ്ങാണ്ട് വന്നാ. നമ്മളിതിന് മുകളിൽ പോകും. ഈ വീടിൻ്റെ ഇവിടെ എല്ലാം വെള്ളം. പിന്നെ ഇതിനകത്തോടൊക്കെ ഇവരുടെ ഈ മതിലൊന്നും ഇല്ല, എല്ലാം പൊളിച്ചോണ്ട് പോയി. അല്ല അതല്ല അതല്ല അങ്ങോട്ടല്ല അങ്ങോട്ടാ.
ഇടയ്ക്കിടയ്ക്കുണ്ട് കേട്ടോ, അവിടെ കുറച്ച് വെള്ളമുണ്ട്. അത് പറ്റില്ല, കെട്ടിക്കിടക്കുന്ന വെള്ളം. ആണോ? അത് ആ പഴയ കാലത്ത് ഉണ്ടാക്കി വെച്ചാൽ ഇപ്പാണ് ക്രെയിനെ വല്ലതും വേണം എടുത്തു നോക്കാൻ. ഞാൻ ഇന്ന് രാവിലെ പറയുന്നത് കയറിപ്പോയപ്പം ആ കല്ല് പിടിക്കുന്നുണ്ട്. ഇവിടെ അടുത്താണോ അങ്ങനെ സ്ഥലം? അത് മുത്തിയമ്മയുടെ ഇവിടെ അല്ല, അതിച്ചിടെ ഉള്ളിലേക്ക്. അതെനിക്കറിയാം, നമ്മൾ പോയിട്ടുണ്ട്. അതെ, ഇത് മറ്റേ പാറമ്പടത്തെ ഈ തെളിഞ്ഞ് നടക്കുന്നുണ്ടോ അവിടെയാണോ? ഈ കിണറിന്റെ സൈഡിൽ കൂടെ റോഡുണ്ട്, അതിലേക്ക് കുഞ്ഞിപ്പണ്ണ് വഴക്കുണ്ടാക്കില്ല. ഞാൻ വരായിരുന്നു. നീ വാ, കൊച്ചോ വിളിക്കട്ടെ അവര്, ഫോണല്ലോ. നീ എന്റെ ഫോണിൽ വിളിച്ചു പറ. വിളിച്ച് ആരോടാ? ഞാൻ വിളിച്ചു തരാം, നീ പറഞ്ഞു. ഇന്നലെ പൂച്ച ഒരെണ്ണം ചാടി. ആണോ? നമ്മുടെ പൂച്ച അതിനകത്ത് ചാടി. തന്നെ കയറിപ്പോയോ? തന്നെ കയറിപ്പോയോ? തന്നെ നമ്മൾ കയറ്റി എടുത്തായിരുന്നു. പിന്നെ എന്നിട്ട് ആണോ? ഹലോ, ഒരു മിനിറ്റ്. ജയപ്രാപ്പേ, കുഞ്ഞിപ്പന്നെ വഴക്കുണ്ടോ? കണ്ണമ്മോനുണ്ട്, കണ്ണമ്മോനുണ്ട്. ആ, കണ്ണമ്മോൻ എന്റെ കൂടെ ഉണ്ട്, കണ്ണനും അമ്മു എന്റെ കൂടെ ഉണ്ട്. കുഞ്ഞിപ്പണ്ണ് വഴക്കുണ്ടോന്ന്? ആര് തന്നെ ഇറങ്ങി? ഇത് നിറയെ നന്നായിട്ട് നിറയണ വേറെ വെള്ളമുണ്ട്, വേനക്ക് വെള്ളമുണ്ട്. പൂച്ച ഇനിയിപ്പോ നിറഞ്ഞോളൂ, പെട്ടെന്ന് അറിയും. എവിടെ പൊട്ടിക്കുന്നുണ്ടോ? അതിനകത്തോട്ട് കയറിയാണോ ചെല്ലുന്നതിന്? നമ്മളതിന്റെ മുകളിലല്ലേ ഇരുന്നത്? മോളിൽ ചെല്ലണമെന്നുണ്ടെങ്കിൽ അതിലേ പറഞ്ഞു പോകണം. അവള് വണ്ടിക്കാ. നീ വണ്ടിയായിട്ട് കയറി പോടി, അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോൾ എളുപ്പമുണ്ട്. എന്നാ ഒട്ടും പേടിക്കണ്ട. പൊട്ടിക്കുന്നുണ്ടോ? അവിടെ പൊട്ടിക്കുന്ന സൗണ്ട് കേട്ടിട്ടുണ്ട്. നമ്മൾ ചെല്ലുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ പനി വളവ് നല്ലതാണ്. അവനവിടെ നിന്ന് ഓടിക്കാതിരുന്നാൽ മതി. തന്നെ നടക്കാൻ വയ്യാത്ത ടീമൊക്കെ കൊച്ചിനെ എടുത്തു. കയറാതെ വേണം നോക്കാം. സക്സസ്ഫുള്ളി. എങ്ങനെയുണ്ട്? അവിടെ ആൾക്കാരുണ്ടോ? പിടിച്ചടി. എന്നാ അതൊന്നും ഇപ്പൊ പറഞ്ഞ വീട്ടിൽ ചെന്ന് പറഞ്ഞാൽ ഇനിയും പറ്റാനുള്ള ഇഷ്ടം പോലെ. പിന്നെ വെള്ളം ഉണ്ടായിരുന്നു.
എന്നാ എടാ എടുത്തോടാ, നടക്കാമെന്ന് വയ്യ. അതിലെയാണ് റിവ്യൂ. എന്താ വന്നേ? എങ്ങനെയുണ്ട്? അതുപോലെ ഉണ്ടല്ലേ? എനിക്കിവരെ ഇഷ്ടമാണ്. ഇവിടെ വാ. ചൂടെടുക്കണ്ട. കിടക്കണമെന്നോ? നീ ഒന്നേ ഇവിടെ കിടക്കാവുന്നതല്ല. ഇതിനാ കണ്ടോ മലയുടെ പൊക്കത്താ. ഇതിൻ്റെ അടിയിൽ അതൊരു ഈ ദൈവങ്ങളൊക്കെ ഇങ്ങനെ കാട്ടിലിങ്ങനെ ധ്യാനിക്കാനൊക്കെ ജ്ഞാനനിമഗ്നനായിരിക്കും. ഇവിടെ നല്ലത്, ഇവിടെ ഇങ്ങനെ നല്ല ഇതൊക്കെ ഉണ്ട്. അയ്യോ എന്നെ പിടിക്കണേ ദൈവത്തോർത്ത്, എന്റെ മുടി എന്റെ കോലൊക്കെ നോക്ക ആൾക്കാർ കാണും. ഫോട്ടോ എടുക്കട്ടെ. ഇത് വെണ്ടുമുള തരാ. ഫോട്ടോ എടുക്ക്. കളിയാ രാമനെന്താ ഒന്നും മിണ്ടാത്തേ? ഞാനും കൂടെ പുറത്തോട്ട് പോയി. നീ എന്നിട്ട് അവിടെ നിൽക്കുന്നില്ലേ? എടുക്കാൻ പറ്റില്ല അത്ര ഒരു ഫോട്ടോ ഒന്നും. അത് മാറ്റിയാലും കാര്യമില്ല. അവിടെ ഫോട്ടോ എടുത്തേ. ഈ സാധനമല്ലേ ഇത്? അതവിടെ ഇരിക്കട്ടെ, അവളല്ല. ഞാൻ അവിടെ നിന്നോണേ. ഈ കുട്ടി എന്താ പോയോ? കറങ്ങി ആ പാറ മൊത്തം കറങ്ങി.
പിന്നെ മറ്റേ അമ്മു. ആരൊക്കെ അമ്മു പറഞ്ഞു? നീ പറഞ്ഞു. ആ ഏതൊക്കെയാ പറ. ലൈറ്റ് ഓപ്പോസിറ്റ് ആണ്. കോടിക്കണക്കിന് പൈസ നയന ചേച്ചി പറഞ്ഞതാണ്. അവള് പറഞ്ഞതല്ലേ. പൂവാണിത്. തേച്ച് നോക്ക് പിന്നെ തേക്ക് അപ്പൊ അറിയാലോ. ചൊറിയുന്നില്ല. അതുകൊണ്ട് എന്തിനു പോയത് അവിടെ? അത് വെറുതെ എടുക്കുമായിരുന്നു. ലക്ഷക്കണക്കിന് അവനെ തൊട്ടപ്പോ എന്റെ തേറ്റ് വെക്കല്ലത്. ഇഷ്ടംപോലുണ്ട്. കാന്താരി മുളകിന് 400 രൂപ ഒരിക്കലും വില. പിന്നെ വേറെ കാര്യമുണ്ട്. ചക്കക്കുരു എന്നാ വില എന്നറിയാവോ? 200 രൂപ. എറണാകുളത്ത്. എക്സ്പ്രഷൻ ഒക്കെ ഇഷ്ടപ്പെട്ടു. ഇനി തുപ്പിക്കളാ. വേണ്ട ഇവിടെ എല്ലാം ഉണ്ട്. ഇതെന്തിനാ എനിക്ക് തന്നെ? ഒന്നും അടിച്ചടി, ഒന്നും അടിക്കടി. ചിലപ്പോ ഫ്ലോപ്പ് ആവും. അതാ നമുക്ക് ശരിയാകുന്ന കാണിക്കും. ഞാൻ വന്നോട്ടെ അവിടെ വരെ. അയ്യോ മക്കോട്ട് മറിച്ചിട്ടേക്കല്ലേ. വീടുന്നൊരു വീഡിയോ കിട്ടിയായിരുന്ന വൈറലായ. അത് ജീവിച്ച് തുടങ്ങിയിട്ടാണല്ലോ കാപ്പാ. ഇറങ്ങിക്കോളാം. താഴത്തെ കിണർ തേക്കിട്ട് ഉറവ് വരുന്നതാണ്. നീ നടന്നോ? ഞാൻ വണ്ടി പോകാം. ഇറങ്ങാനായിട്ടോ ഇതൊക്കെ. കുറേ ഇരിക്കുന്ന പറഞ്ഞാൽ ഒന്നും മനസ്സിലാവുകയില്ല. ഇതാണ് എന്റെ രണ്ടാമത്തെ നേഴ്സിംഗ് പഠിച്ച് അടിക്കുന്നു. ഇയാളെ കെട്ടിക്കൊണ്ട് വന്ന പെണ്ണ്, ഇത് കെട്ടിക്കൊണ്ട് വന്ന പെണ്ണ്. ആ ഇത് കുഞ്ചു. മധുവിന് മകൻ. ഇട്ടാലടിച്ചോ? ആ അത് നീ അതിലില്ല പള്ളക്കത്ര ഞങ്ങൾക്കൊന്നും കുഴപ്പമില്ലല്ലോ. മര്യാദയ്ക്ക് നടക്കണം നടക്കുമ്പോൾ.
ഇതൊക്കെ എന്തോ കടിച്ചല്ലേ? ഇതാ ഇവിടെ അത് കൊതു കഴിക്കും. ഇവിടെ ഒക്കെ കടിച്ചു. ജയം വരെ വന്നു ഇവിടം വരെ. വരുന്നവരെല്ലാം ഇങ്ങോട്ട് പോരുക. എന്നിട്ട് ആരും തിരിച്ചും വരുന്നില്ല. അതാ തിരിച്ചിറങ്ങി. വന്നപ്പോ എല്ലാരും വന്നു. പൈലറ്റ് പിന്നെ പോയിട്ടുണ്ട് സൈക്കിളെ. ഇങ്ങനെ അടിച്ചത് എത്ര വർഷത്തെ പാരമ്പര്യം? ഇന്ന് എന്താണ്ടൊക്കെ മിനുക്കോണിയൊക്കെ ചെയ്താണല്ലോ അറിയാവുന്നത്. കഴിഞ്ഞ ദിവസത്തെ പല്ലല്ലോ അസരിപ്പുണ്ടോ? ഇന്നലെ ഉറങ്ങിയില്ല, കറണ്ടില്ല, ഇതുവരെ കറണ്ട് വന്നിട്ടില്ല. വന്നോ? രാവിലെ ഞങ്ങൾ ചാടി പറിച്ചു, മതിലാടി പറിച്ചു. ഒരു മണിക്കൂർ പോകണം. അതായിരുന്നു എടുക്കണ്ടല്ലേ. ഞാനില്ല പോയല്ലോ, നീ മധുരയായിരുന്നു കിട്ടിയില്ലോ. ചാടി എടുത്തു, ചാടി കമ്പി ചാടി പറിച്ച് കട്ട് പറിച്ചെടുത്തു. ഒരാഴ്ച വരില്ല. എവിടെ? വാങ്ങിച്ചില്ല, വാങ്ങിച്ചില്ല. അത് അവിടെ നിന്ന് പറമ്പെന്ന് കട്ട് പറിച്ചു. എന്ത് അഭിമാനത്തോടെ പറയുന്നത്, പറമ്പിന്ന് കട്ടുപിടിച്ചാണ്. നീ വന്നോ? ഷാമ്പൂയൊക്കെ വന്നോടാ? ഷാമ്പൂയൊക്കെ എവിടെയാടി? നാരായണിയൊക്കെ വരുന്നുണ്ടോ? ശാംഭവിയും അപ്പച്ചിയും അവള് മോളും കുളിക്കാൻ പോവാ. ഞങ്ങളുടെ പൊടിമറ്റത്ത് എത്തുള്ളൂ, അങ്ങോട്ട് പോവാ. ഒടിഞ്ഞു വീണായിരിക്കും. പക്ഷെ ലൈൻ ഉണ്ടല്ലോ, മുറിച്ചോണ്ടിരിക്കുകയാണോ? മാറ്റി എന്നാണ്.
ഫോട്ടോ എടുത്തില്ല എന്തേറെ സ്ഥലമുണ്ട്. ഈ ലോകത്ത് എന്തേറെ സ്ഥലമുണ്ട്. ഞാൻ ചാകാൻ പോയി കുളവാന്ന് കളിക്കാൻ വന്നാണോ? ഞാൻ വെള്ളം കുടിച്ചു എന്നാ ഇപ്പൊ എല്ലാവരും പരിപാടി ഡിസൈനിങ് ഇല്ല ഇല്ല എല്ലാം ഇങ്ങനെ വണ്ടി ഇങ്ങനെ താഴെ വണ്ടി ഇങ്ങനെ ലോറി ഇങ്ങനെ ഇറങ്ങി പോലെ നമ്മൾ പോലും അല്ല അണ്ണാ ആ ഒരു ഈ ഒരു ഹൈറ്റും കൂടെ ഇല്ലേ അടുത്ത ഇതിന്റെ പകുതി ആയിട്ടില്ലേ? അത് ശരിയാ. ആ വെളിയിൽ മൊത്തം ഓര് കാണും എന്നാ പറയുന്നത്. അതുകൊണ്ട് എന്നാ എന്നെ മറുപടി പറയാനുള്ളത്? ഇതാ മറ്റേ വെള്ളത്തിന്റെ അടിയിൽ നിന്ന് കിട്ടും. ഇല്ല അതല്ല. മുതലേ ഉണ്ടോ? ഇനി എന്നാ ഇതിനകത്തുള്ള വിനോദം ഉണ്ടെന്ന് പറയുമോ? ഇതിനകത്ത് ഉണ്ണിയുണ്ട്. ശരിയാണോ? ഡിസ്റ്റർബൻസ് ചെയ്യല്ലേ? വന്നായിരുന്നു. മീൻ കടിക്കണ്ട. അതും എടുക്കണ്ട, ഒന്നും എടുക്കണ്ട. പിടിച്ചെടുത്തു. അത് ഉണ്ണിച്ചന്റെ പവർ ബട്ടൺ ഞങ്ങൾ പ്രസ് ചെയ്തത്. ആറ് ഫോൺ വിളിക്കുന്ന പരിപാടി ഞാൻ വന്നോളൂ. എവിടെ പോയതാ? എന്റെ പിന്നെ ടൈം നമുക്കില്ല. ടൈം ഷെഡ്യൂൾ ചെയ്യുമ്പോ ആ സമയത്ത് പറഞ്ഞു. അപ്പൊ ആ ടൈം തെറ്റിച്ച് വേറെ വഴിക്ക് പോയി. അതെ അതെ അതെ. നീ അന്നേരം കാർ ഓടിക്കാൻ പോയി. അത് മതി. കാർ ഓടിക്കാൻ പോയി. അമ്മയും കൊണ്ട് ഞാൻ കൊണ്ടുവരാൻ വേണ്ടി പോയതാ. രാവിലെ സെറ്റാക്കി കൊണ്ടുവരണ്ടേ? ഫോൺ എടുത്തിട്ട് ഇപ്പൊ വരാന്ന് പറ. ജയമാമ ഫോൺ എടുത്തിട്ട് ഇപ്പൊ വരാന്ന് പറ. ചോദിച്ചേ ഫുഡായി ഒന്നാമത്തല്ലേ അവരവിടെ എടുത്തോ. ജയമാമ എടുത്തോ. സൈഡിലോട്ട് സൈഡ് ചെയ്യാം. മേലോട്ട് സൈഡിലോട്ട് സൈഡിലോട്ട്. സൂപ്പർ. അതെന്തായാലും എങ്ങനെയാ കറുപ്പും പൊക്കി വരാൻ പുള്ളത്. നരസിംഹം നീ തിന്നോടാ ഇത്. ഇവിടെ നിലയില്ല കേട്ടോ.
കൊടുത്താലോ? എൻ്റെ മരുവനെ ടൂവിൽ പിടിച്ചുകൂടെ എന്നിട്ട് എയറിലോട്ട് ഇവിടെ ഓർമ്മയുണ്ട് ഈ മുഖം. നിങ്ങൾ എന്റെ ഹൃദയപൂർവമായ സ്നേഹത്തിന്റെ കടപ്പാടിന്റെ നിങ്ങളെ ചപ്പറ്റാണ് വെച്ചിരിക്കുന്നത്. ഇത് മെയിൻ്റെനൻസ് ചെയ്തോണ്ട് പോവുക. സൈക്കിളിന്റെ കൊടുക്കാൻ ആ പറവൂരപ്പിച്ചിട്ട് പണി വരുമ്പോ ഇവരെപ്പോഴും കണ്ണം കയറി മാറി സാറേ സേവന പോവാ, സേവന പൊട്ടി പോവാട്ടോ. രണ്ടെണ്ണം അടിക്കാനും പറ്റിയല്ല. ക്യാമറമാനെ കണ്ടില്ലായിരുന്നു. ഇപ്പൊ കണ്ടു. പക്ഷെ എല്ലാം പോകാൻ അയൽക്കൂട്ടോട്ടെ. ഞാൻ പോയിട്ട് വരാൻ നോക്കട്ടെ. 3 മണിയാകുമ്പോൾ ചെല്ലണം. ഓണ്ട പോയിട്ട് വരാം. എവിടെ എവിടെയായിരുന്നു അതുകൊണ്ട്? ഞങ്ങൾ കണ്ടായിരുന്നു അങ്ങോട്ട് ഉണ്ണി വണ്ടി. അത് ഇവരില്ലായിരുന്നു. അപ്പൊ ബൈ ബൈ. എല്ലാവർക്കും ബൈ ബൈ. ഇതങ്ങ് വെച്ചേ, ഇതങ്ങോട്ട് വെച്ചേര്. നീക്കാൻ വരാതെ ടാബ് എവിടെ ഇരിക്കാം? ടാബ് എന്നാ നീ ഇവിടെ ഇരിക്കാ. അവളെ ഒന്നും വിടുന്നില്ല. ആ അപ്പാ
എല്ലാരും കൂടെ ചോറിനാൻ പോയിട്ടുണ്ട്. എന്നാ പിന്നെ നിന്നെ വേണ്ട ഞാൻ ആദ്യം എടുക്കാൻ. അങ്ങനെ പറയല്ലേ കേട്ടോ, ബോസ് കേട്ടോ. എവിടെ വെട്ടിക്കളഞ്ഞു? യെസ്. അയ്യോ നീ കഴിച്ചോ? കഴിഞ്ഞല്ലേ? വയലിൻ്റെയാണല്ലോ. വണ്ടിയെ കൊണ്ടുവന്ന് വിട്ടോ അവിടം വരെ പോട്ടെ. ചുമ്മാ പറഞ്ഞ അത്രേ ഉള്ളൂ. അത് കുഴപ്പമില്ല. അങ്ങനെ വേണം. കലിപ്പ നിന്റെ പെണ്ണുമുള്ള കലിപ്പാടാ. ഭക്ഷണം കഴിക്കാൻ മിണ്ടാൻ പാടില്ല. തിന്നുമ്പോൾ നേരത്തെ പിടിക്കില്ല. എല്ലാം കിടന്ന് ഭയങ്കര ചാട്ടമായിരുന്നല്ലോ വെള്ളത്തിൽ കിടന്ന്. വെള്ളത്തിൽ ചാട് കുളിക്കാൻ പോയാ എങ്ങനുണ്ട്? സൂപ്പറല്ലേ? നമുക്ക് വേറൊന്നുമില്ല, അതുകൊണ്ട് നമുക്ക് എപ്പോഴും ഫുഡ് കഴിക്കാം. നോ കലിപ്പ് കലിപ്പോട്ടെന്നാ പറഞ്ഞതിനർത്ഥം. ഇല്ല, കണ്ടു തോന്നുന്നുണ്ട്. ഉണ്ടോ? അത് നന്നായി. ഇതറിഞ്ഞ് കുറച്ചുകൂടെ കഴിഞ്ഞാൽ വരത്തുള്ളായിരുന്നല്ലേ? ആ കണ്ടില്ല. എന്റെ അളിയനുണ്ടായിരുന്നു, രാവിലെ വന്നിട്ട് എതേ പോയി. ഞാൻ കണ്ടുപോലില്ല ചേച്ചി. അളിയൻ വന്നിട്ട് ഞാൻ വലിയ കാര്യത്തെ വിളിക്കോ എന്നെ ഒന്നും വിളിച്ചില്ല, അത് പറയല്ലേ. അയ്യോ നിക്കുന്ന ഇഡലി ഞാൻ അവിടെ പോയി കപ്പ തിന്നുമായിരുന്നു ലാസ്റ്റ്. ഒന്നും കിട്ടാനായിട്ട് വിശന്നിട്ട്. എന്റെ ദൈവമേ, ഇവിടെ കപ്പ കപ്പ ബിരിയാണി എല്ലാം റെഡി. കപ്പ ബിരിയാണിയോ? അല്ല എനിക്ക് ആരും അറിഞ്ഞില്ല. വേണ്ട വേണ്ട, ഇപ്പം വേണ്ട. എനിക്ക് എല്ലാം ഒന്ന് ഇതാകട്ടെ. ഇതെങ്ങാനും ഇട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാം. എന്നാ പറയാനാ? ഇന്നാ നിന്നെ ശകലമെങ്കിലും ഒരു സ്മാർട്ടായിട്ട് നിന്നെ കാണുന്നത് ഇന്നാ. ബാക്കി നീ ചുമ്മാ മേക്കപ്പ് ഇട്ട് ഓവറായിട്ട്. ഇപ്പൊ ഇന്നിപ്പോ കറക്റ്റാ, ആവശ്യത്തിനുള്ള മേക്കപ്പ്. ആ ഹായ്, നീ കഴിച്ചോ? ഹായ്. ഞാനത് ആ ജയ അല്ലാണ്ട് എവിടെയായിരുന്നു? ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. ചെയ്തോടി ചെയ്തോടി. എനിക്കെന്താ? എനിക്കില്ലേ? അവൾക്ക് മുട്ടായി പൊട്ടിച്ച് കൊടുക്കാൻ സമ്മതിച്ചില്ല. ചെറിയ കേസാ. അവളെ കൊടുത്തേ പോട്ടെ പോട്ടെ. അവളെ കൊണ്ട് തരിക. നീ കൊടുത്തേ, നീ കൊടുക്ക് ഇത് കൊടുക്ക്. ഇത് കൊടുക്ക്. ഇത് കൊടുക്ക്. അല്ല, അവളെ ഇവന് പൊട്ടിച്ചു കൊടുക്കാൻ നോക്കി. ഇവളത് മേടിച്ചിട്ട് ഇവള് പൊട്ടിച്ചു കൊടുത്ത്. അത് അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അമ്മ പറഞ്ഞ വേണ്ട. എന്നാണ്ട് ഹാപ്പിയാണോ? നീ വിളിച്ചോ?
അല്ലേ നടക്കണ്ടേ? നീ നടന്നോളൂ. ഈ കുഞ്ഞു വിളമ്പം ആ കുഞ്ഞിനെ കാര്യം നോക്കണം. അവിടെ ആഹാരം കഴിച്ച് അവിടെ പോയി കിടന്നതാ, മനസ്സിലായോ? ഞാൻ കഴിക്കാൻ വന്നാ ഞാൻ സീനല്ലോ ഉണ്ടാക്കി. എന്ത് ആരും ഇല്ല ഞാനിവിടെ കഴിക്കാനും വന്നാ നിന്റെ എനിക്ക് നോക്കണ്ടത് എന്റെ ചോദന ഞാൻ കഴിക്കാൻ വന്നാ അത്ര നേരം ഒന്നും നോക്കാൻ പറ്റുന്നില്ല. അത്ര നേരം അവളവിടെ ഷാമ്പു നിന്നെ തട്ടിയുള്ള പരിപാടി ഒന്നും വേണ്ട. ആരും തട്ടി കിട്ടുന്നില്ല. അവളുടെ വെല്ലുമ്മ എടുത്തല്ലേ ദേഷ്യം നിന്റെ അമ്മായിപ്പം ചുമ്മാ എന്നാടി കാണിക്കുന്നത്? അടങ്ങി ഒതുങ്ങി ജീവിക്കത്തില്ലേ? കുറെ നേരമല്ലോ കഴിക്കാൻ വേണ്ടി, കഴിഞ്ഞില്ല ഇതുവരെ. നിന്റെ അമ്മായിമ്മ എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? ഇച്ചിരി സൂപ്പർ കൂടുതലാ, അതാ. ദേഷ്യം പിടിക്കുന്നത് ദേഷ്യം പിടിക്കണം, തമാശ പറയുന്നത് തമാശ മാത്രമേ ഉള്ളൂ. ഭയങ്കര കലിപ്പ് കഴിയാ. ഈ തമാശയൊക്കെ പറയുമെങ്കിലും ഭയങ്കര കലിപ്പാ. എപ്പോഴും തമാശയായിരുന്ന കൊള്ളത്തില്ല. ഇപ്പൊ ഒന്ന ബീഫ് കിട്ടും, പിന്നെ കിട്ടുകയില്ല. എന്നാടി ഇത്? എന്നാ ഇത്? ഇത് ഒന്നുമില്ല. ഇവിടെ അത് തന്നെ എടുത്ത് കട്ട് ചെയ്തു. എടുത്ത് ചെയ്യുമ്പോ ചുമ്മാ പറഞ്ഞു, ഞാൻ വെറുതെ കണ്ടിട്ട് ഞാൻ പണി ചെയ്തു. അളി സൂപ്പർ വീഡിയോഗ്രാഫറാണ്. ഞാൻ കാണാറുണ്ട്, ഞാൻ കമന്റ് ചെയ്യാറുണ്ട്, ഞാൻ ലൈക്ക് ചെയ്യാറുണ്ട്. എന്നിട്ട് നിന്നെ കാണുന്നില്ലെന്നുള്ള കംപ്ലൈന്റ്. ചുമ്മാ നീ ചൊറിയാൻ വേണ്ടി ഞാൻ പറഞ്ഞു. ഉണ്ണി ഇത് ട്രെൻഡറെ പറയണത്. നിന്റെ പെണ്ണപ്പോൾ പറയാം, അവളെ മാത്രം ഞാൻ വീഡിയോ എടുക്കുന്നില്ല. എടുത്തു. വാ ചോദിക്കാം, നമുക്ക് നേരിട്ട് ചോദിക്കാം. ശ്യാമളമേ, ആ വണ്ടിയല്ല ചാരി വെച്ചേക്കണേ. ദിവ്യ ചോദിക്കാണേ, ആ വണ്ടിയല്ല ചാരി വെച്ചേക്കണേന്ന്. വാ വാ വാ, പിള്ളേർ എല്ലാ പിള്ളേരും ഇവിടെ. ഞാൻ കാണുന്നത് ഈ ഇങ്ങോട്ട് വന്നേ. നയന സുഖം, അതാണ് സുഖം. വാ ഇങ്ങോട്ട്. വേണ്ട, നീയല്ലേ നിങ്ങൾ കാണിക്കുന്നതിനേക്കാണ് നല്ലത് നയന സുഖം.
ഇനി ആരും ഒച്ചുണ്ടാക്കല്ലേ പ്ലീസ് 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 ഒച്ചുണ്ടാക്കല്ലേ പ്ലീസ്. ഇവിടുന്ന് ഇതേന്നുള്ള സൗണ്ട് കേൾക്കണം അതിന് വേണ്ടിയാ. എല്ലാം കിട്ടുന്നുണ്ടാ ഇവിടെ കിട്ടുന്നുണ്ട്. ആ എല്ലാം കിട്ടുന്നുണ്ട്. ഞാനും ഉണ്ടാക്കല്ലേ ഒച്ച ഉണ്ടാക്കണേ. ഫോട്ടോ എടുത്തില്ലല്ലോ, വീഡിയോ മാത്രമേ ഉള്ളൂ. ഞാൻ ഫോട്ടോ എടുത്തിട്ടില്ല. കയ്യെ കടിച്ചു എന്താ യാത്രക്കാരെ അതിനോ കണ്ടില്ലോ നോക്കിയാ എല്ലാരും പോയി. നിർബന്ധിക്കണം എന്തും. അതാണ് എന്നാ ചെയ്യുന്ന അവള് അയ്യോ മടുത്ത് എന്റെ എടുക്കാത്തിരി ഒന്നുമില്ല. അതുകൊണ്ട് അവരൊന്നും പറയില്ല. രാവിലെ കിടന്നുറങ്ങുന്നത് വീഡിയോ അല്ല ഫോട്ടോ. അതിൽ കൂടുതലൊന്നും എടുക്കാനില്ല. അതുകൊണ്ട് അവരൊന്നും വിട്ടാനില്ല. മുള്ളുന്ന എല്ലാം ഉണ്ട്. ആ ഒരൊറ്റ ഫോട്ടോയില്ല ഇവനെ ഞാൻ പിടിച്ചു നിർത്തിയത്. ഞാൻ പറഞ്ഞാണോ ഒരു പൊക്കോട്ടെ അങ്ങനെ പോകാൻ പറ്റുന്ന ഈ സാധനമല്ലോ കൂടെ. ഞാൻ ഉള്ളവർക്കൊരു വിഷയമല്ല. ഇത് മൊത്തം പബ്ലിക് ആവുമല്ലേ, വീഡിയോ അല്ലേ അതിനെന്നാ സ്റ്റുഡിയോ ഇല്ല പോകുന്നത്. അല്ല ബാറിലൊന്നും ഇല്ലല്ലോ ഈ പ്രാവശ്യം ഉള്ളടി ഇനി ഇല്ല. ക്ഷമിക്ക് ക്ഷമീത് മാക്സ് തുടങ്ങി സ്റ്റുഡിയോ തന്നെയല്ലേ. ടാറ്റയുടെയാണ്. ടാറ്റയുടെ മാക്സ് ടാറ്റയുടെയാണ്. സ്റ്റുഡിയോ
ടാറ്റയുടെ മാക്സിമം ടാറ്റയുടെ മുദ്ദ ശ്രദ്ധിക്കണല്ലേ അവിടെ കയറ്റിട്ടോ ആളുണ്ട് തിരക്കാ കേട്ടോ നല്ല തിരക്കാ അതൊന്നും വിഷയമില്ല ഇവിടെ ഞാൻ കയ്യിലേക്ക് എന്നെ ഇറച്ചിയുടെ മണം ഒന്നിച്ചാണെന്ന് പോവാം അപ്പോൾ ചിക്കനോ മട്ടനൊക്കെ മണത്തോളൂ ചിക്കൻ കറി എത്തി അവിടെ എന്നാ പറ്റി ഒന്നും തട്ടിയില്ല ഇറങ്ങണേ മാഡം ഇറങ്ങും മാഡം എടി അപ്പയുടെ ഫോൺ അവിടെ ഇരിപ്പുണ്ടോ നിന്റെ ഇളയ മോളെടുത്തു രാത്രിക്കൊക്കെ പോകുന്നല്ലേ പിള്ളേർ തന്നെ അങ്ങനെ വിടാവും മിഥുനം പോലെ അല്ലേ ഞാൻ ഒറ്റയ്ക്ക് ഒരു കുടുംബം ഉണ്ടാക്കി നിങ്ങളെ പീഡിപ്പിക്കുക അടുത്തൊന്നും അല്ല നിങ്ങളെല്ലേ ഞങ്ങളെ തെറി നിങ്ങൾക്ക് തന്നെ കുഴപ്പം അല്ലേ എടി നമ്മൾ ഡ്രസ്സ് എടുത്തോ പ്രവീണിന്റെ മുണ്ട് കൊടുത്തല്ലേ ഞാൻ പോയെന്ന് പറഞ്ഞേ സൂപ്പറായില്ലേ അത്രേ ഉള്ളൂ ഞാനല്ല ഞങ്ങൾ വെളിയിലിരിക്കുകയായിരുന്നു അവര് കയറി എടുത്തത് ഞങ്ങൾ ഒരു പാൻറ്റും എടുത്ത് ഞാൻ വെളിയിൽ വന്നിരിക്കുകയായിരുന്നു ഒരു ചെരുപ്പ് എടുത്തൊരു പാൻറ്റും എടുത്ത് ഞങ്ങൾ വെളിയിൽ വന്നു അവരവിടെ നിന്ന് എടുക്കുമല്ലേ അവരെടുക്കട്ടെ ഇല്ല നിന്നെ വെറുതെ വിട മാട്ടെ ചുമ്മാ വിട മാട്ടെ അത് കുഴപ്പമില്ല അത് നിനക്കിട്ടൊരു പണിയായിട്ട് മാറി നീ കൂട്ടിയാൽ ഇവളുടെ മുന്നിൽ ഞാൻ എടുക്കുകയായിരുന്നു ഇവള് പറയുക ശിവാനി അച്ഛയുടെ ഹെൽമെറ്റ് ഹെൽമെറ്റ് കളഞ്ഞിട്ടാണോ നീയൊക്കെ നിന്റെ സാധനമൊക്കെ വെക്കുന്നത് ഞാൻ അറിഞ്ഞടി ഞങ്ങൾ പോയപ്പോ നീ ഒക്കെ എവിടെ പോയാന്ന് ഞാൻ അറിഞ്ഞു എവിടെ പോയെന്ന് എന്നോട് തന്നെയുള്ള സത്യമായ എന്നെ കണ്ണമ്മോൻ എല്ലാം പറഞ്ഞു ഞാൻ എവിടെ പോയില്ല അവരാ കള്ളി ഷോപ്പിൽ പോയത് ഞാനും ദിവ്യ എവിടെയും പോയില്ല ഇവിടെ തന്നെ ഇത് ശ്യാമ എന്നെ പറഞ്ഞതറിയോ ഇവളെ ഞാൻ വീഡിയോ എടുക്കത്തില്ലെന്ന് ഇല്ലെന്നോ ഞാനൊക്കെ വല്ല പറയും ഞാൻ വൈരാഗ്യം തീർക്കുന്ന പോലെ അതുകൊണ്ട് എടുത്തു അളിയുടെ കയ്യിലിരിക്കുന്നു വണ്ടി ഇറങ്ങിയിട്ട് ബൈ നമ്മൾ പോലെ ബൈ എനിക്കില്ലടി അവൾ എനിക്കടി ഇറങ്ങിയിരിക്കാം അല്ലേ വണ്ടി ഉള്ള പോങ്ക നീ എന്തിനാ വന്നേ നീ നേരത്തെ ചെതറി പോന്ന കണ്ടല്ലോ അമ്മച്ചി തിരിച്ചു കൊണ്ട് കിട്ടോ മതിയായോ പിന്നെ നേരത്തെ കൊണ്ടുപോയിട്ടില്ല വെട്ടമുള്ളപ്പോ ഇതിപ്പം ഇരുട്ടിക്കഴിഞ്ഞാ ആർക്ക് നമ്മളിന്നെ അടുത്ത വർഷം അങ്ങനെ അച്ഛ പിടിച്ചോണം വീഴാതെ കേട്ടോ ഇല്ല ഞാൻ ഇവിടെ ഇരിക്കല്ലോ അച്ഛ പിടിച്ചോണം മോൻ വീഴാതല്ല അച്ഛ വീഴാതെ പിടിച്ചോണേ കേറുവാണെന്ന് ഞാൻ പറഞ്ഞു നിനക്ക് നാണമില്ലടാ ഈ കിളവിമാര് വരെ നിന്നെ ട്രോളുവാണല്ലോ എനിക്കിടയില്ല കുറച്ച്
മതി, ഇനി പറഞ്ഞാലും കുഴപ്പമില്ല. വീഡിയോയ്ക്കകത്തെല്ലാം വരും. ശ്യാമള തന്നെ ഒരു ഷാള് തന്നെ ഇതിലെ കൂടെ നടന്നു വരുന്നത്. നിങ്ങളോട് പോവാ കൊടിമരത്തിനോ? ഇല്ല, പാത്രം ഇവിടെ എന്നാ ഇത്ര കൂട്ടമെന്ന് ചോദിക്കും വഴിപോക്കരെ. എന്നാ ഇവിടെ ഇവിടെ ഒന്നുമില്ല. എന്താ കിട്ടുന്ന പാത്രം ഇവിടെ ഞാനും കിടന്നോ? നാളത്തെ ഞാൻ വന്ന് വിളിച്ചോണ്ട് പോവാന്ന്. അപ്പൊ ഇന്ന് ചോമിച്ച് പോകുന്നില്ലെന്ന് പറഞ്ഞു. ഉണ്ണിയാ പറഞ്ഞേ. ഇപ്പൊ പോയുള്ളൂ, ഒരു മിനിറ്റ് ആയതുള്ളൂ. 1 മിനിറ്റ്. അല്ല ഇവിടെ കിടക്കാം. അല്ല ഇത് നാളെ രാവിലെ അങ്ങോട്ട് പോയാൽ കുഴപ്പം. ഇതന്നെ ബാഗൊക്കെ ഇതന്നെ ബാഗൊക്കെ ഇട്ടിരിക്കുന്നു. പോകാനോ? ആര് കൊണ്ടുപോകും? എങ്ങനെ പോകും? മഴയത്ത് ഇവനെ കുറച്ചു നേരം മഴയത്ത് നിർത്തുവാണെങ്കിൽ ഇവ കിടന്ന് ഉറങ്ങിക്കോളും. പക്ഷെ നീയൊക്കെ പേടിച്ചിട്ട് പേടിയാ. ഇപ്പുറത്തെ സൈഡിൽ കുറച്ച് സ്ഥലമുണ്ട്. അവിടെ മഴയത്ത് എങ്ങനെ നീ ഇങ്ങനല്ല നേരത്തെ പറഞ്ഞേ. ആര്? ഞാൻ പറഞ്ഞില്ലല്ലോ, അവരല്ലേ പറഞ്ഞേ. അവരൊക്കെ കൂടെ ഒരു ഉമ്മതാ എന്റെ ചീത്ത കുറച്ച് വൈകുന്നേരം നിന്റെ കെട്ടിയോട് പാടി ബിസ്ക്കറ്റ് തരാൻ പറയണി നീ എന്നെ ഷട്ടിലോ? അരുൺചേട്ടയുടെ വീടിക്കകത്ത് നിറച്ച് ഞാനാണല്ലോ. എനിക്ക് ഫാൻസ് കൂടും. അപ്പൊ പോവാണോ നിങ്ങള്? പോവാണോ? കവി ചേച്ചി വിളിച്ചു ശരി കേട്ടോ, വിളിച്ചേക്കാം. നിങ്ങൾ അങ്ങോട്ട് പോകത്തില്ല. അവനാ നേരത്തെ കിടന്നോട്ടെ. എന്നാ പൊക്കോ. ശരി, എന്താ ചോദിച്ചു? വിളിക്കണേ. വിളിച്ചേക്കാം. എന്റെ നമ്പർ അറിയോ? ആ, പിന്നെ എന്റെ ഉണ്ട്.